ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും ഒക്കെ സഞ്ചരിച്ച വാഹനത്തിൽ പരിശോധന നടന്നു എന്നതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരിശോധനയല്ല, അപമാനിക്കാനുള്ള ശ്രമം എന്ന രീതിയിലൊക്കെ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ വിഷയം അങ്ങനെ വിവാദമാകാൻ കാരണം? വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UDFന്റെ നേതാക്കളെയും ജനപ്രതിനിധികളെയും അപമാനിക്കുന്ന രീതിയിലാണ് പരിശോധനയെന്നും ഇതിൽ വിവേചനമുണ്ട് എന്നും ഒരു വിഭാഗം പറയുന്നു. എന്നാൽ ഇത്തരം പരിശോധനകളുമായി സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന് LDF ക്യാമ്പ്. പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല പോട്ടെ. മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് വെച്ച് ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെയും കാറ് ഇന്നലെ രാത്രി 10 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡ് പരിശോധന നടത്തി. അതിലുണ്ടായിരുന്ന പെട്ടി പുറത്തെടുത്തും പരിശോധിച്ചു. ഈ പരിശോധനയുടെയും അവിടെയുണ്ടായ തർക്കത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു പരിശോധനാ വിവാദം ആളിക്കത്തി. പെട്ടി തുറക്കാനാ പറഞ്ഞത്. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ പെട്ടി എടുത്ത് പുറത്ത് മേലെ നോക്കിയാൽ കാണും. എല്ലാം തുറന്നിട്ട് വെച്ചാൽ എന്നാൽ വിഷയം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി. പരാതി നൽകാനില്ലെന്ന് ഷാഫി പറമ്പിൽ. അനാവശ്യമായ വിവാദത്തിൽ അതൃപ്തിയുണ്ടെന്ന സൂചന നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശനും. പാലക്കാട്ടെ നീലപ്പെട്ടി ഓർമ്മയുള്ളതുകൊണ്ട് CPIM നേതാക്കളും വാക്പൂരിനപ്പുറം നടപടികളിലേക്കില്ല. മറച്ചുവെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം. ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്. അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ ചർച്ചയാകാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. ഇന്നലെ രാത്രി നടന്നത് ഒരു സാധാരണ പരിശോധനയെന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ലെന്നും റിപ്പോർട്ട്.